സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വൈറ്റ്സ് ഓൺ ടി വി ന്യൂസിനോടാണ്. നമ്മളുടെ വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രാദേശികമായിട്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുകയും സഭാ നേതൃത്വം കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് വാണിംഗ് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുട്ടനാടിന് വേണ്ടിയിട്ട് കിടന്ന് ബലം പിടിച്ചുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിൻ്റെതായിട്ടുള്ള ചില പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴും കുട്ടനാട്ടിൽ നിന്ന് കുറെ വർഷങ്ങളായിട്ട് ഉയരുന്ന ഒരു ആവശ്യമാണ് കുട്ടനാട്ടിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളത്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു സ്ഥാനാർത്ഥി ഉള്ള ഒരു സ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വാശിയിൽ നിന്നിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇന്ന് ഒരുപാട് അയവ് വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ജോസഫ് വാഴക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോസഫ് വാഴക്കനായിരിക്കും ഒരുപക്ഷെ നാട്ടകം സുരേഷിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി എന്നെനിക്ക് തോന്നുന്നു. നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ അവരുടെ ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിൻ്റെ അസ്തിത്വം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് എന്ന് അവരവകാശപ്പെടുന്ന ചില മണ്ഡലങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറികളൊക്കെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. മോൻസ് ജോസഫ് MLA അദ്ദേഹം പരസ്യമായി തന്നെ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസും തമ്മിലുള്ള ഈ പോരിൻ്റെ ഇപ്പോഴത്തെ കാരണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വൈറ്റ്സ് ഓൺ ടി വി ന്യൂസിനോടാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 4 സീറ്റുകൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഏറിപ്പോയി കഴിഞ്ഞാൽ 6 സീറ്റിന് മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ള രീതിയിൽ ശരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് 4 അല്ലെങ്കിൽ 5 സീറ്റുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രാദേശികമായിട്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങുകയും സഭാ നേതൃത്വം കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് വാണിംഗ് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇനി 13-ാം തീയതിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച ഇനി ഉണ്ടാവുക. അപ്പോൾ സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുന്നതിൽ അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിരുന്ന 4 സീറ്റുകളാണ്. അതായത് ഒന്ന് ഇരിങ്ങാലക്കുട സീറ്റ്, കുട്ടനാട് സീറ്റ്, അതോടൊപ്പം തന്നെ ഇടുക്കി സീറ്റ്, ഏറ്റുമാനൂർ സീറ്റ്. ഇപ്പോൾ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുടയിൽ ശ്രീ തോമസ് ഉണ്ണിയാടന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആ സീറ്റ് UDF അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി കോൺഗ്രസിന്റെ ആവശ്യം ബാക്കിയുള്ള 3 സീറ്റുകളാണ്. അതായത് കുട്ടനാട്, ഏറ്റുമാനൂർ, ഇടുക്കി. ഇതിനൊടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടനാടിന് വേണ്ടിയിട്ട് കിടന്ന് ബലം പിടിച്ചുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെതായിട്ടുള്ള ചില പ്രാദേശിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴും കുട്ടനാട്ടിൽ നിന്ന് കുറെ വർഷങ്ങളായിട്ട് ഉയരുന്ന ഒരു ആവശ്യമാണ് കുട്ടനാട്ടിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിനോടൊപ്പം തന്നെ നിൽക്കാൻ കെ സി വേണുഗോപാലിനും സാധിക്കത്തുള്ളൂ. അപ്പോൾ കെ സിയുടെ നിലപാടിനകത്ത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം കെ സി വേണുഗോപാൽ തീരുമാനിക്കുകയാണ് കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു സ്ഥാനാർത്ഥി ഉള്ള ഒരു സ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അവിടെ റജി ചെറിയാൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഒരു വ്യവസായി കൂടിയിട്ടാണ്. അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. എനിക്ക് തോന്നുന്നു അവസാന നിമിഷം കുട്ടനാട് സീറ്റ് കൂടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം കുട്ടനാട്ട് തന്നെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ശക്തമായ എതിർപ്പുകൾ അറിയിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ട രീതിയിലുള്ള ശക്തി അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ റജി ചെറിയാനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സ്വാധീനം ഉള്ള മണ്ഡലമാണ് കുട്ടനാട് എന്നതിൽ ഈ കോൺഗ്രസ്സുകാർക്ക് പോലും എതിര് പറയുന്നില്ല. പിന്നെ ചില അസൂയാലുക്കളായിട്ടുള്ള ജലസയുള്ള ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു വ്യവസായിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കുട്ടനാടിനെ കുറിച്ചൊക്കെ ഉള്ളത് വളരെ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നേരിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാട് സീറ്റ് കൂടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും. അത് ഇടുക്കിയും ഏറ്റുമാനൂരും ആയിരിക്കും. കാരണം ഏറ്റുമാനൂരിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിരമ്പുഴ ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജെയ്സൺ തന്നെ പരാജയപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ജെയ്സനെ തന്നെ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള പല ഈ സർവേകളിലൊക്കെ ജെയ്സനെ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കഴിഞ്ഞാൽ ഒരു വൻ പരാജയമായിട്ട് മാറും എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജെയ്സനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഏറ്റുമാനൂർ വന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്
ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സമ്മതിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വാശിയിൽ നിന്നിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇന്ന് ഒരുപാട് അയവ് വന്നിട്ടുണ്ട്. ആ അയവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മോൻസ് ജോസഫ് പറയുന്നത് എന്താ വെച്ചാൽ പുതിയ പാർട്ടികൾക്കായിട്ട് സീറ്റ് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾക്ക് അവർ തയ്യാറാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ UDF-നകത്ത് പുതിയ പാർട്ടി എന്ന് പറയുന്ന ആപ്പാടെ അൻവറിൻ്റെ പാർട്ടിയും അതോടൊപ്പം തന്നെ ജാനുവിൻ്റെ പാർട്ടിയും പിന്നെ ഒരു കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന 3 പാർട്ടികൾ മാത്രമേ ഉള്ളൂ. വേറെ പാർട്ടികളൊന്നും അതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടില്ല. അൻവറിൻ്റെ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടൊന്നും ഈ അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോഴില്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ ഈ അൻവറുമായിട്ട് ബന്ധമുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയുള്ളത് ജാനുവിനാണ്. ജാനുവിന് ഏത് സീറ്റ് കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. കാരണം ജാനുവിന് ഏത് സീറ്റാണ് നൽകാൻ സാധിക്കുക? ഇപ്പം മാനന്തവാടിയോ സുൽത്താൻ ബത്തേരിയോ ഒന്നും നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുതിയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് സീറ്റ് നൽകുന്നത് കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകളിൽ കുറവ് വരുത്തുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കാരണം അവരുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് നടത്തിയതിനു ശേഷമാണ് ഇത്ര സീറ്റുകളിൽ, അതായത് 6 സീറ്റാണ് ഏറ്റവും കൂടിപ്പോയി നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സഭാ നേതൃത്വത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏറ്റുമാനൂരും ഇടുക്കിയും ഒഴിച്ചുള്ള ബാക്കി സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആകപ്പാടെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് കുട്ടനാടാണ്. ഏറ്റുമാനൂരും ഇടുക്കിയും കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന് തന്നെ കരുതിക്കോളൂ. അപ്പോൾ ഏറ്റുമാനൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റുമാനൂരിൽ DCC പ്രസിഡന്റായിട്ടുള്ള നാട്ടകം സുരേഷ് മത്സരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ജോസഫ് വാഴയ്ക്കൻ KPCC മുൻ ജനറൽ സെക്രട്ടറിയാണ്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനും ഏറ്റുമാനൂർ മത്സരിക്കാനായിട്ട് താല്പര്യമുണ്ട്. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോസഫ് വാഴയ്ക്കനായിരിക്കും ഒരുപക്ഷെ നാട്ടകം സുരേഷിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നാട്ടകം സുരേഷിനെ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലത്തെ മിനിസ്റ്ററായിട്ടുള്ള VN വാസവന് ഈസി വിന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കോട്ടയം രാഷ്ട്രീയത്തെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് ഏറ്റുമാനൂരിനെ കുറിച്ച് പറയാൻ സാധിക്കുക ഷാഫിക്കായിരിക്കും. ഷാഫി ആ മണ്ഡലംകാരനും കൂടി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റുമാനൂരിനെ കുറിച്ച് പറയുമ്പോൾ ഈ VN വാസവൻ എന്ന് പറയുന്നത് എന്നും എക്കാലത്തും ഒരു അധികായൻ തന്നെയാണ്. ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. കഴിഞ്ഞ കാലങ്ങളിലത് ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം ആയിരുന്നെങ്കിൽ കഴിഞ്ഞ 2 ടൈമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ്. മാത്രമല്ല ഇത്തവണ വന്നിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട് ഏറ്റുമാനൂരിൽ. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു വിപ്ലവമായിരുന്നു കുമരകം ഡിവിഷനിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും PK വൈശാഖ് വിജയിക്കുന്നത്. PK വൈശാഖ് മുൻപ് കുറിച്ചി ഡിവിഷനിൽ നിന്നും കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്ന ആളാണ്. PK വൈശാഖ് കുമരകം ഡിവിഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്ന ആദ്യഘട്ടത്തിൽ എനിക്ക് ഈ പറയുന്ന PK വൈശാഖിൻ്റെ ഒരു വിജയത്തെക്കുറിച്ചൊന്നും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് PK വൈശാഖിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അഡ്വക്കേറ്റ് അങ്കിരസാണ്. അങ്കിരസിനെ സംബന്ധിച്ചിടത്തോളം കുമരകംകാരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന, കുമരകത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ്. ആ നിലയിൽ അങ്കിരസിൻ്റെ ഒരു വിജയം ഒരു 70% വരെ പ്രവചിച്ച് നിൽക്കുന്ന സമയത്താണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് PK വൈശാഖ് കുമരകം ഡിവിഷനിൽ നിന്ന് വിജയിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യമായിട്ടുള്ള ഒരു കോട്ടയിൽ നിന്നിട്ടാണ് കുമരകം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഐമനം പഞ്ചായത്ത് BJPക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ പറയുന്ന കുമരകം പഞ്ചായത്ത് അപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിന്നതാണ്. അവിടെ നിന്നിട്ട് പിന്നീട് BJPയും കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിന്നിട്ടാണ് പിന്നീട് കുമരകം പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ തീർച്ചയായിട്ടും പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പഞ്ചായത്ത് വൈസ് നോക്കും. പക്ഷേ അവിടെ PK വൈശാഖ് എന്ന് പറയുന്ന ഒരു അധികായൻ അവിടെ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. മാത്രമല്ല ഇനി ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ PK വൈശാഖിനെയും പരിഗണിക്കുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാനിന്ന് PK വൈശാഖുമായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം ഞാൻ മത്സരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. UDF-ന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ PK വൈശാഖ് മത്സരിക്കും എന്ന് പറഞ്ഞത്. അതായത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ അപ്പോഴും അത് പറയുമ്പോൾ തന്നെയും ഇപ്പുറത്ത് നിൽക്കുന്നത് തിരുവാർപ്പ് എന്ന് പറയുന്നത് ഒരു കാലത്തും ഇടതുപക്ഷത്തിൽ നിന്ന് പോകാത്ത പഞ്ചായത്താണ്. ഞാൻ ആ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ്. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഇടതുപക്ഷമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള വികസനം കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല
ഇത്തവണയും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ആകെ ഉണ്ടായിരുന്ന 7 സീറ്റുകളിൽ നിന്ന് 2 സീറ്റുകളും കൂടെ പോയി UDFന്. അപ്പോൾ അങ്ങനെ ഒരു നില അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അപ്പുറത്തേക്ക് അതിരമ്പുഴ പഞ്ചായത്തിലേക്ക് വന്നാലും അതിരമ്പുഴ പഞ്ചായത്തിലും UDF ഒരു ചെറിയ മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും പ്രാദേശിക തലത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി ഇടതുപക്ഷം പ്രവർത്തിക്കുന്നുണ്ട്. ആ നിലയിൽ അവിടെയും ഒരു ശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നീണ്ടൂര് അവിടെയും അതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കർഷക കൂട്ടായ്മകളെയും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള അലയൻസുകളെയും കുറച്ചും കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് LDF ഇത്തവണ അവിടെ VM വാസവൻ എന്ന് പറയുന്ന ഒരു മന്ത്രി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. രണ്ടാമത് പ്രാദേശികമായിട്ട് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ആഞ്ഞടിച്ച സമയത്ത് ഒപ്പം നിന്ന കുമരകത്തെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരെ പറ്റിച്ചിട്ട് അവിടെ BJPയുമായിട്ട് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ തന്നെ പ്രാദേശികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ കോൺഗ്രസിൽ നിന്ന് പിന്നീട് രാജിവെച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊരു പ്രാദേശിക വികാരമായിട്ട് കോൺഗ്രസിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെയും ഇപ്പുറത്ത് PK വൈശാഖിനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ കോൺഗ്രസിന് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണോ? ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. PK വൈശാഖ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ നാട്ടകം സുരേഷിനെക്കാളും ഒരു പടി കൂടി മികച്ചൊരു സ്ഥാനാർത്ഥിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് മികച്ച ആളുകളുണ്ട്. പക്ഷേ നാട്ടകം സുരേഷിനെ സംബന്ധിച്ചിട്ട് ഇന്ന് രാത്രി കൊണ്ട് PK വൈശാഖിന്റെ കഥ തീർക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ വാർത്ത വീഡിയോ അപ്ലോഡ് ആവുന്നതോടുകൂടി തന്നെ മിക്കവാറും ഈ വൈശാഖിന്റെ മേലൊരു കണ്ണ് നാട്ടകം സുരേഷിന്റെ ഉണ്ടാവും. എന്താണെങ്കിൽ ഇതൊരിക്കലും പ്രവചിക്കാൻ കഴിയാത്തൊരു നിലയിലാണ് പോകുന്നത്. ഇനി ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസ്റ്റീജ് സീറ്റാണ് ഈ പറയുന്ന ഏറ്റുമാനൂർ. കാരണം അവർ വർഷങ്ങളായിട്ട് മത്സരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെ, അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെതായിരുന്നു. അതിനുശേഷം പിന്നീട് സുരേഷ് കുറുപ്പായിരുന്നു കുറേ അധികം നാൾ അവിടെ MLA ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് തോമസ് ചാഴികാടൻ അവിടെ നിന്ന് MLA ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. തോമസ് ചാഴിക്കാടൻ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പിന്നീട് സുരേഷ് കുറുപ്പാണ് വരുന്നത്. സുരേഷ് കുറുപ്പിന് ശേഷം പിന്നെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് മന്ത്രി വാസവനാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അത് CPMന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരു സീറ്റാണത് ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. എങ്കിൽ തന്നെയും അവിടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം കൂടി ഇപ്പോൾ ഏറ്റുമാനൂരല്ല സ്റ്റേറ്റ് തലത്തിൽ തന്നെ LDFന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടിച്ചേരുന്ന സമയത്ത് ഏറ്റുമാനൂർ VN വാസവനെ സംബന്ധിച്ചിട്ട് മത്സരം ഈസി ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.